അമൃതയുടെ മകൾ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ബാലയ്ക്കെതിരെ ഉന്നയിച്ചിരുന്നു. ബാല 10-14 വർഷത്തോളം അമ്മയെയും എന്നെയും ഒക്കെ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു. പാത്രങ്ങളൊക്കെ മുഖത്തേക്കൊക്കെ വലിച്ചെറിയുമായിരുന്നു. ഭാഗ്യം കൊണ്ടാണ് ജീവൻ തിരിച്ചു കിട്ടിയതെന്നൊക്കെ അടക്കം ഈ കുട്ടി അമൃതയുടെയും ബാലയുടെയും കുട്ടി പറയുകയുണ്ടായി. അതൊക്കെ വലിയ വിവാദമായിരുന്നു. അതിന് ശേഷമാണ് ഇത്തരത്തിൽ എലിസബത്ത് വലിയ ആരോപണങ്ങൾ ബാലയ്ക്കെതിരെ കൊണ്ടുവന്നത്. ബാല സ്ത്രീകളുമായി അമിതമായി സ്ത്രീ വിഷയത്തിൽ കൂടുതൽ തൽപരനായ വ്യക്തിയായിരുന്നു എന്നൊക്കെ ബാലയെക്കുറിച്ച് പറഞ്ഞു. ബാല രാത്രി 2 മണിക്കുമൊക്കെ ഫ്ലാറ്റിൽ സ്ത്രീകളെ കൊണ്ടുവരുമായിരുന്നു എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചു. അതിനുശേഷം ബാല എലിസബത്തിനെതിരെ കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. കൊച്ചിയിൽ വന്നാണ് ബാല കേസ് നൽകിയത്. അപ്പോൾ അത്തരത്തിൽ വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ എലിസബത്ത് ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, വലിയൊരു വിമാനാപകടം ഉണ്ടായത് ഈ എലിസബത്ത് ജോലി ചെയ്യുന്ന ആശുപത്രിയുടെ അടുത്തുള്ള ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് ഈ വിമാനം വന്ന് പതിച്ചത്. അന്നും എല്ലാവരും ഇങ്ങനെ എലിസബത്തുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു. അപ്പോഴൊക്കെ എലിസബത്ത് വളരെ സന്തോഷത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആത്മഹത്യാ രീതി ഉള്ളതായി അന്നേരം ആർക്കും അനുഭവപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് എന്താണിത് സംഭവിച്ചത്? തൻ്റെ മരണത്തിന് ഉത്തരവാദി ഈ ബാലയാണ്. അത് മുഖ്യമന്ത്രിയോടും മറ്റുമൊക്കെ DGPക്കും ഒക്കെ പരാതി കൊടുത്തിട്ട് യാതൊരു പ്രയോജനവുമില്ല, ഞാൻ മരിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ബാലയായിരിക്കും എന്ന് ഒരു കുറിപ്പോട് കൂടിയാണ് എലിസബത്ത് ആ ചിത്രമൊക്കെ പങ്കുവച്ചിരിക്കുന്നത്. അത് മൂക്കിലൂടെ ട്യൂബ് ഇട്ടുകൊണ്ടുള്ള അതീവ ഗുരുതരാവസ്ഥയിലുള്ളൊരു ചിത്രമൊക്കെയാണ് പങ്കുവച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും അപകടനില പൂർണ്ണമായും തരണം ചെയ്തിട്ടില്ലെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന സൂചന. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.